ഹലോ, ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഷോർട്ടായിട്ടൊരു ടോപ്പാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ 2 പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 2 പീസും ഒരുമിച്ച് ഇതുപോലെ ഒപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് അളവ് ഡ്രസ്സ് എടുക്കുക. അളവ് ഡ്രസ്സ് ഇതുപോലെ തന്നെ മറച്ചെടുക്കുക. മറച്ചതിന് ശേഷം ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക. അത് ഒപ്പം മടക്കിയതിന് ശേഷം ഈ തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നോട് ആദ്യം നെക്കാണ് കട്ട് ചെയ്യുന്നത്. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒപ്പം കട്ട് ചെയ്യരുത്, കുറച്ച് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമ്മൾ മടക്കി അടിക്കുമ്പോൾ ആണ് കറക്റ്റ് ഈ അളവ് ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ ഒപ്പം എത്തുക. പിന്നെ ഇതിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്യാനായിട്ടില്ല, കറക്റ്റ് തുണിയാണ് അതിലുള്ളത്. പിന്നെ സ്ലീവിൻ്റെ ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഒപ്പം വെച്ച് കട്ട് ചെയ്യരുത്. അപ്പോഴാണ് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് ഡ്രസ്സിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുക. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ 2 നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. അടുത്ത പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ലീവിൻ്റെ പോർഷൻ ജസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ലീവ്ലെസ് ഡ്രസ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ സ്ലീവ് ഇത്തിരി മോഡേൺ ആക്കാൻ വേണ്ടിയിട്ട് വേറൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫ്ലോപ്പായി. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതിൻ്റെ സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഞാൻ ചെയ്തിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനത് അഴിച്ചു മാറ്റി. ഇപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനോട് സൈഡാണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്യുന്നത്. 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെയാണ് അടിവശം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.